എല്ലാവർക്കും എക്സ്പ്ലോർ 360യുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ ഒരു ആക്ഷൻ ക്യാമറ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്ഷൻ ക്യാമറ മേടിക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തപ്പോൾ തന്നെ ആദ്യം മൈൻഡിലേക്ക് വന്നത് ഗോപ്രോ ആണ്. പക്ഷേ മാർക്കറ്റിൽ ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ ഈ ഗോപ്രോയുടെ എല്ലാ ഫീച്ചേഴ്സോടും കൂടി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സുമായിട്ട് ഓൾമോസ്റ്റ് സെയിം പ്രൈസിൽ മറ്റൊരു ക്യാമറ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റ 360 ഓർഡർ ചെയ്ത് മേടിച്ചത്. ഞാൻ മേടിച്ചത് ഇൻസ്റ്റ 360യുടെ 1R ട്വിൻ എഡിഷൻ എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു ഡീഫാൾട്ട് കവറിലാണ് ഇൻസ്റ്റ 360 വരുന്നത്. അത്യാവശ്യം നല്ല വെൽ പാക്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഇൻസ്റ്റ 360യുടെ കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളും എല്ലാം അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ലെൻസുകൾ, പിന്നെ അതിൻ്റെ മറ്റ് ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡിഫറൻസ് മോഡുകൾ, അതെല്ലാം ഇതിൻ്റെ ബോക്സിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മോഡൽ ഇൻസ്റ്റ 360 1R ട്വിൻ എഡിഷൻ. നമുക്കിനി ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ബാറ്ററി ബേസ് റെഡ് കളറുള്ളത്, പിന്നെ നടുക്കിരിക്കുന്നത് അതിൻ്റെ 360 ഡിഗ്രി ലെൻസ്, പിന്നെ ഏറ്റവും ടോപ്പിലുള്ളത് 4K വൈഡ് ആംഗിൾ ലെൻസും അതിൻ്റെ കോറും. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബാറ്ററി ബേസ്. ഈ ഡീഫാൾട്ട് ബോക്സിനകത്ത് ബാറ്ററി ബേസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ബാറ്ററി ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കാണുന്നത് 360 ലെൻസാണ്. ഒന്നെങ്കിൽ 360 ലെൻസ് കോറുമായിട്ട് ഫിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ 4K വൈഡ് ആംഗിൾ നമുക്ക് കോറുമായിട്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം കോറും ലെൻസുമായിട്ടുള്ള മൊഡ്യൂൾ നമ്മൾ ബാറ്ററി മൊഡ്യൂളുമായിട്ട് ഘടിപ്പിച്ച് ഒരു സിംഗിൾ മൊഡ്യൂളാക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ലെൻസിൻ്റെ ഒരു മൊഡ്യൂള്, പിന്നെ കോറിൻ്റെ വേറൊരു മൊഡ്യൂള്, പിന്നെ ബാറ്ററിയുടെ ഒരു മൊഡ്യൂള്, അങ്ങനെ ഈ 3 മൊഡ്യൂളും കൂടെ യോജിപ്പിച്ച് ഒരു സിംഗിൾ മൊഡ്യൂളാക്കിയിട്ട് നമ്മളിതിനെ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ഇത് ശരിക്കും ഒരു മോഡുലാർ ക്യാമറ എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ കോറും പിന്നെ 4K വൈഡ് ആംഗിൾ ലെൻസും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് 2 സൈഡിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീൻ ഇപ്പോൾ നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ലെൻസ് ശരിക്കും നമുക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വളരെ ഈസിയാണ് ഇത് ഡിറ്റാച്ച് ചെയ്യാനായിട്ട്. ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ച് ഫ്രണ്ട് ഫേസിങ് ഉള്ള രീതി, അതായത് നമ്മൾ സെൽഫി എടുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 1R എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്താണ് ലെൻസ് ഉള്ളത്. ഞാനത് ഡിറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഇത് നേരെ തിരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ ഡയറക്ഷനിലാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 1R ബാക്ക് സൈഡിൽ പോയി നമുക്കിത് ഒരു സെൽഫി ക്യാം പോലെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഈ 4K വൈഡ് ആംഗിൾ ലെൻസ് മാറ്റിയിട്ട് 360 ലെൻസ് ഒന്ന് പിടിപ്പിച്ച് നോക്കാം. 360 ലെൻസിൻ്റെ പിന്നെ നമുക്ക് സെപ്പറേറ്റ് സൈഡൊന്നും നോക്കാനില്ല, 2 സൈഡും ഈക്വലാണ്. അപ്പം ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് വെച്ച് ഒരു ചെറിയ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ഫിക്സ് ആയിക്കോളും. നമുക്ക് ഇനി ഈ ലെൻസ് ബാറ്ററി ബേസായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് ബാറ്ററി എടുക്കുക, കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ലൈറ്റ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്ക് സൗണ്ട് കേൾക്കും. ആ ലോക്ക് കറക്റ്റായിട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കും. പിന്നെ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു മോഡുലാർ ക്യാമറയായി. പല മൊഡ്യൂൾസ് ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോപ്രോയുടെ ഒക്കെ സെയിം സൈസ് തന്നെ, ഗോപ്രോനേക്കാളും ഒരു കുറച്ച് വലുതാണെങ്കിലേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഗോപ്രോ പോലെ തന്നെയാണ്. നമുക്കിനി ക്യാമറ ഒന്ന് ഓണാക്കി നോക്കാം. ഓണാകുമ്പോൾ തന്നെ അതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, Insta360 1R എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ കിട്ടും. നമ്മൾ ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത ശേഷം അത് നമുക്ക് ഈ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ വൺ ടൈം നമ്മൾ ഇനിഷ്യലി സെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്കിയുള്ള എല്ലാ സമയത്തും നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഡിവൈസ് ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീവിയസ്ലി കണക്ട് ചെയ്ത ഡിവൈസിലേക്ക് അത് കണക്റ്റ് ആയിക്കോളും. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് Insta360 യൂസ് ചെയ്യുന്ന ആളുകളുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പുതിയ പുതിയ യൂസേഴ്സ് എടുക്കുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഷോർട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽസും എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഈസി ആയിട്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മൊബൈൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് മൊബൈൽ സ്ക്രീനിൽ, അതായത് നമ്മൾ ത്രൂ ലെൻസ് എന്താണോ കാണുന്നത്, ഇപ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്ക് പിടിപ്പിച്ചേക്കാണെങ്കിൽ നമുക്ക് ഈ ലെൻസിൻ്റെ സ്ക്രീന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ഫോട്ടോ എടുക്കേണ്ട അല്ലെങ്കിൽ ക്യാമറ സ്ക്രീനിൽ വരുന്ന വിഷ്വൽസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് ഇവർ തന്നേക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ ഉള്ളത് ചാർജിങ് കേബിളായിട്ടുള്ളത് ഒരു USB-C ടൈപ്പ് കേബിളാണ്, ഒരു ചാർജിങ് കേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. ഇതിനകത്ത് അവരുടെ ഒരു ഇൻസ്റ്റലേഷൻ ഗൈഡ് ഉണ്ട്, പിന്നെ ഒരു മാനുവൽ ഉണ്ട്, അതിൻ്റെ കൂടാതെ വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ Insta360യുടെ ഒരു സ്റ്റിക്കർ, ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. പിന്നെ അതുകൂടാതെ അതിനകത്ത് മെയിനായിട്ടുള്ളത് അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റാണ്. അതായത് നമ്മൾ ഈ മൗണ്ടിങ് ബ്രാക്കറ്റിനകത്തേക്ക് ക്യാമറ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. പിന്നെ അതുകൂടാതെ അതിനകത്ത് ഒരു 360 ലെൻസിൻ്റെ ഒരു ലെൻസ് ക്യാപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെൻസ് ക്യാപ്പ് വളരെ നല്ലതാണ്, കാരണം ഇതൊരു 360 ഡിഗ്രി ക്യാമറ ആയതുകൊണ്ട് ഏത് സൈഡിൽ വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലെൻസ് പോറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെൻസ് ക്യാപ്പ് ശരിക്കും യൂസ്ഫുള്ളാണ്. ഇതാണ് അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ്. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്. ഇത് 5 മീറ്റർ വരെ നമുക്ക് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ അതിനകത്ത് മൗണ്ടിങ് സ്ക്രൂവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൗണ്ടിങ് സ്ക്രൂവിനകത്തേക്ക് ഒന്ന് ക്യാമറ പിടിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ കോൺഫിഗറേഷൻ ജസ്റ്റ് നല്ല ഈസിയാണ്. ജസ്റ്റ് അതിൻ്റെ മൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്യാമറ കയറ്റി വയ്ക്കുക, ജസ്റ്റ് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിൻ്റെ ടോപ്പിലുള്ള ആ ലോക്ക് ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഫിക്സ് ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപ്രോവിനേക്കാളും ഒരു ചെറിയ സൈസ് കൂടുതലാണ്, കാരണം ഈ മൗണ്ടിങ് ബ്രാക്കറ്റ് അടക്കം വരുന്നതുകൊണ്ട് ചെറിയതായിട്ട് ഒരു സൈസ് കൂടുതലാണ്. ഈ ഒരു ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത് f2.8 ആണ് 4K വൈഡ് ആംഗിളിന് വരുന്നത്. ഡ്യുവൽ ലെൻസ് 360ക്ക് f2.0 ആണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഫോട്ടോ റെസൊല്യൂഷൻസ് 4:3 16:3 ആണ് 4K വൈഡ് ആംഗിളിന് വരിക. 2:1 ആണ് ഡ്യുവൽ ലെൻസ് 360ക്ക് വരിക. ഇതിൻ്റെ ഫോട്ടോ ഫോർമാറ്റുകൾ റോയും ജെപെഗും ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം അൺബോക്സ് ചെയ്യാം. ഈ ഒരു ഡീഫാൾട്ട് ബോക്സിനകത്ത് സെൽഫി സ്റ്റിക്ക് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. ഞാൻ ഒരെണ്ണം സെപ്പറേറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് മേടിക്കുമ്പോൾ Insta360യുടെ തന്നെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് മേടിക്കുക.
അതുകൂടാതെ തന്നെ ഇൻസ്റ്റാ 360യുടെ മറ്റൊരു ആക്സസറിയാണ് ബുള്ളറ്റ് ടൈം സെൽഫി സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ സെൽഫി സ്റ്റിക്കിന് ഒരു എന്താ പറയുക, ഒരു ഹാൻഡിൽ പോലെ ഈ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പിൽ വേറൊരു ചെറിയ സ്റ്റിക്ക് കൂടെ ഉണ്ടാകും. അത് നമുക്ക് ഈ സെൽഫി സ്റ്റിക്കിലേക്ക് 90 ഡിഗ്രിയിൽ നമുക്ക് ഘടിപ്പിക്കാവുന്ന ഒരു ഹാൻഡിലാണത്. എന്നിട്ട് അത് തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് കറക്കിയാണ് ബുള്ളറ്റ് ടൈം വീഡിയോസ് എടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സെൽഫി സ്റ്റിക്ക് മൗണ്ടിങ് ബ്രാക്കറ്റും കൂടെ ക്യാമറയിൽ പിടിപ്പിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് മൗണ്ടിങ് സ്ക്രൂസും കൂടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ മൗണ്ടിങ് ബ്രാക്കറ്റ് സെറ്റ് ചെയ്തു. ഇനി സെൽഫി സ്റ്റിക്ക് കൂടെ കണക്ട് ചെയ്യാം. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മൗണ്ടിങ് ബ്രാക്കറ്റും അതിൻ്റെ മൗണ്ടിങ് സ്ക്രൂസും എല്ലാം ആണ്. ആ സെൽഫി സ്റ്റിക്കും അത്യാവശ്യം നമുക്ക് പിടിച്ചു കഴിയുമ്പോൾ എന്താ പറയുക, നമുക്കൊരു കംഫർട്ട് ലെവലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഈ ക്യാമറയുടെ 4K വൈഡ് ആംഗിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 ഗ്രാമും 360യുടെ വെയിറ്റ് 130.5 ഗ്രാമുമാണ്. പിന്നെ അതുകൂടാതെ ഇത് ടോട്ടൽ 70 മിനിറ്റ്സ് ആണ് സിംഗിൾ ചാർജിനകത്ത് നമുക്ക് 4K ആണെങ്കിലും 5K ആണെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുക. നമ്മുടെ 4K വൈഡ് ആംഗിളിനകത്ത് 4K 60 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡ്യുവൽ ലെൻസ് 360 ലെൻസിനകത്ത് നമുക്ക് 5.7K at 30 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് 6 ആക്സിസ് ഗൈറോസ്കോപ്പാണുള്ളത്. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് ഇതിനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ട്, അത് ആൻഡ്രോയിഡിനും iOS-നും അവൈലബിൾ ആണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഫോട്ടോ മോഡുകൾ ഇപ്പം ഏതൊരു ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റാൻഡേർഡ്, HDR, ബേസ്റ്റ്, ഇൻ്റർവെല്, നൈറ്റ് ഷോട്ട്, പ്യുവർ ഷോട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ നെക്സ്റ്റ് വേർഷൻസിൽ അവൈലബിൾ ആവും എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 1190 mAh ആണ്. ഇതിൻ്റെ മെമ്മറി കാർഡായിട്ട് മൈക്രോ SD ആണ് യൂസ് ചെയ്യുന്നത്. അപ് ടു 1 TB ഉള്ള മൈക്രോ SD വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ ക്യാമറയുടെ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു 1 month യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് നമ്മൾ MP4 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതല്ലെങ്കിൽ ഇൻസ്റ്റാ 360 സ്റ്റുഡിയോ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ കൂടെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.